കണ്ടും കേട്ടും അനുഭവിച്ചു മറഞ്ഞ ഒരു തലമുറയുടെ മാരാമൺ ഓർമ്മകൾ. പിന്നാമ്പുറങ്ങൾ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് തെന്നിമാറുമ്പോഴും നമ്മെ ഒരിക്കലൂടെ ആ വഴിയിലൂടെ കൈപിടിച്ച് നടത്തുവാൻ ചില ഓർമ്മ പുസ്തകങ്ങൾ നമ്മുടെ മുൻപിൽ ചിലർ തുറന്നു വെക്കുന്നു. മാരാമൺ ഡയറീസ്, മാർത്തോമ വിഷനിലൂടെ. മാർത്തോമ വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മാരാമൺ കൺവെൻഷനോടനുബന്ധിച്ച് മാർത്തോമ വിഷൻ ഒരുക്കുന്ന പ്രത്യേക അഭിമുഖത്തിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അഭിമന്യ ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് തിരുമേനി മാർത്തോമ വിഷൻ്റെ അതിഥിയായി എത്തി നമ്മളുമായിട്ട് കൺവെൻഷൻ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. അഭിമന്യ തിരുമേനിയെ ഏറ്റവും സന്തോഷത്തോടുകൂടി വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അഭിമന്യ തിരുമേനിയുടെ ഒരു പ്രത്യേകിച്ച് ഒരു ചെറുപ്പ കാലഘട്ടത്തിൽ, ഒരു യുവാവായിരിക്കുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കുഞ്ഞായിരിക്കുന്ന കാലഘട്ടത്തിൽ മാരാമൺ കൺവെൻഷനിൽ വന്ന അനുഭവം, പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ മാതാപിതാക്കളോടൊപ്പം ആയിരിക്കുമല്ലോ വരവ്, ആ ഒരു അനുഭവം പങ്കുവെച്ചാൽ നന്നായിരുന്നു. മാർത്തോമ വിഷന്റെ ഭാഗമായി ഈ സന്ധ്യയിൽ മാരാമൺ കൺവെൻഷൻ്റെ അനുഭവങ്ങളെ അയവിറക്കുന്നതിന് ദൈവം നൽകിയ ഈ അവസരത്തെ ഞാൻ ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. സാറ് ചോദിച്ച ചോദ്യത്തിലേക്ക് വരുമ്പോൾ, എൻ്റെ ആധ്യാത്മിക ജീവിതത്തെ സ്ഫുടം ചെയ്യുന്നതിന് ബാല്യകാലത്തിൽ തന്നെ സഹായിച്ചിട്ടുള്ള ഒരു കൺവെൻഷനാണ് മാരാമൺ കൺവെൻഷൻ. എൻ്റെ ഭവനം ദൂരത്താണെങ്കിൽ പോലും വർഷത്തിൽ ഒരിക്കൽ മാതാപിതാക്കൾ എന്നെ ഇവിടെ കൊണ്ടുവരുന്നു. എല്ലാ വർഷവും വരാൻ പറ്റിയില്ലെങ്കിലും ചില സമയങ്ങളിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും വരുന്നതിനുള്ള അവസരം. ഇവിടെ വരുമ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ദൈവവചനം കേൾക്കുന്ന, ഉച്ച കഴിഞ്ഞത്തെ മീറ്റിംഗ് വരെ ദൈവവചനം കേൾക്കുന്ന ഒരു അനുഭവം. അത് എന്നെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. അത് ആത്മീയ ജീവിതത്തെ സ്ഫുടം ചെയ്യുന്നത് പ്രത്യേകിച്ച് സീതത്തോട്ടിൽ നിന്ന് ഉള്ള യാത്ര, ഇവിടെ വന്നുള്ള ഉച്ചഭക്ഷണം കഴിക്കും, പൊതിയൊക്കെ ആയിട്ടായിരിക്കുമല്ലോ വരുന്നത്. ആ ഉച്ചഭക്ഷണം കഴിക്കുന്നവരാണ്. പ്രത്യേകിച്ച് അന്നത്തെ ആളുകളെല്ലാവരും കൂടെ ഒരുമിച്ച് ഈ പന്തലിന് കീഴിലിരുന്ന് പൊതിയൊക്കെ അഴിച്ച് ഉച്ചഭക്ഷണം കഴിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. അതിൻ്റെ ഒരു അനുഭവം. അതായത് വളരെ രാവിലെ തന്നെ ഇറങ്ങുകയും ബസ്സിലും നടന്നും ഒക്കെ വന്ന് ഇവിടെ വരുമ്പോഴത്തേനെ ഏകദേശം 11 മണിയെങ്കിലും ആകും. തുടർന്ന് ആദ്യത്തെ യോഗം കേൾക്കും. യോഗം കേട്ട് കഴിഞ്ഞതിന് ശേഷം പന്തലിൽ നിന്ന് പൊതി കഴിക്കും. പൊതി കഴിഞ്ഞ് ഉച്ചക്കത്തെ യോഗം കൂടെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും പൊതി വിളമ്പുന്നതിനകത്തെ ഒരു കൂട്ടായ്മയുടെ നൈർമല്യം വളരെ ശ്രേഷ്ഠമാണ്. കാരണം പൊതിക്കകത്തെ ഒന്നോ രണ്ടോ ഒന്നായിരുന്നെങ്കിലും അവിടെ അടുത്തിരിക്കുന്നവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടാൻ പങ്കുവയ്ക്കുകയും അത് ഒരു വലിയ സന്തോഷത്തിൻ്റെയും കൂട്ടായ്മയും ഒപ്പം തന്നെ പങ്കുവയ്ക്കുന്നതിനകത്തെ ആനന്ദം അനുഭവിക്കുന്നതിന് ലഭിച്ച ഒരു അവസരം തിരുമേനി ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ മെത്രാപ്പൊലീത്ത തിരുമേനിയോടൊപ്പം പ്രവർത്തിക്കുവാൻ തിരുമേനിക്ക് അവസരം ലഭിച്ചത്. അതുകൊണ്ട് തന്നെ കൺവെൻഷനുമായിട്ട് അടുത്ത് അറിയുവാൻ, കൺവെൻഷനെ അടുത്ത് ഇടപെടുവാൻ തിരുമേനിക്ക് സാവകാശം ലഭിച്ചിട്ടുണ്ട്. തിരുമേനിക്ക് ലഭിച്ച ഒരു കൺവെൻഷനിൽ നിന്ന് കിട്ടിയ ഒരു ആത്മീയ അനുഭവം ഉണ്ട്. കൺവെൻഷനുകളിൽ ആദ്യ സമയത്ത് വളരെ സ്ഥിരമായ ക്രമമായ രീതിയിൽ അറ്റൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമേ വൈദിക സെമിനാരിയിലെ അത് കഴിഞ്ഞതിന് ശേഷം അഭിമന്യ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ ചാപ്ലൈനായിട്ട് ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞായറാഴ്ച മുതൽ അടുത്ത ഞായറാഴ്ച വരെയുള്ള ഒരു ആഴ്ചക്കാലം ഈ ഒരു റിട്രീറ്റ് സെൻറ്ററിൽ താമസിച്ച് എല്ലാ പ്രസംഗങ്ങളും കേട്ട് പോകുന്ന ഒരു അനുഭവം. അന്നുള്ള ഒരു സന്തോഷം, ഒന്ന് 7:30 മണി മുതൽ തുടങ്ങുന്ന രാവിലത്തെ ബൈബിൾ ക്ലാസ് ആണ് ഒരു സ്ട്രക്ചേർഡ് വേയിൽ ദൈവവചനത്തെ പഠിക്കുന്നത്. ദൈവവചനം ഒരു പ്രസംഗത്തിനപ്പുറമായി ഒരു പഠനത്തിൻ്റെ തലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ശൈലി എന്നിൽ രൂപപ്പെടുന്നതിനിടയായത് അതാണ്. അതുപോലെ തന്നെ ഈ പ്രസംഗങ്ങൾക്കകത്തെ ഉള്ളടക്കങ്ങൾ, ആ സമയത്ത് പ്രസംഗിക്കുന്നവരുടെ
എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നി നിൽക്കുന്നത് സാന്ത്വനം മുതലായുള്ള ആളുകളെ അതൊക്കെ വളരെ കൃത്യമായിട്ട് ഞാൻ എഴുതി വെക്കുന്നു. കാരണം അത് എഴുതി വെക്കുകയും പിന്നീട് അത് നോക്കാൻ അവസരം കിട്ടിയില്ലെങ്കിലും എഴുതി വെക്കുകയും ഒരു പരിധി വരെ എൻ്റെ മനസ്സിലത് പതിയുകയും ചെയ്യുന്നതിന് അത് തീർച്ചയായിട്ടും എൻ്റെ സുവിശേഷ പ്രവർത്തനത്തിനകത്ത് ഞാൻ ദൈവവചനം വ്യാഖ്യാനിക്കുവാനായിട്ട് എനിക്ക് കരുത്തേകുന്നതിനകത്ത് ഒരു ആത്മബലം നമുക്കുണ്ടാകും. പിന്നെ ഇനി ഏറ്റവും കൂടുതൽ ആകർഷിച്ചില്ലേ സ്വാധീനിച്ചിട്ടുള്ള ഒരു പ്രസംഗം ഏതാ, അല്ലെങ്കിൽ ഒരു പാട്ട്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും? എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളൊരു പാട്ടുണ്ട്. പാട്ടെന്ന് പറയുന്നത് ഈ നന്ദിയാൽ എന്നുള്ളിൽ തിങ്ങുകയാൽ എന്ന് പറയുന്ന പാട്ട്. ഞാനൊരു പാട്ടുകാരനല്ല, എന്നാൽ എന്നെ വളരെ സ്വാധീനിച്ചിട്ടുള്ള ഒരു പാട്ടാണ് തിങ്ങുകയാൽ. പ്രസംഗം എന്നെ കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് ഈ സാം കമലേശൻ്റെ പ്രസംഗം വളരെ എനിക്ക് എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന പ്രസംഗം. പിന്നെ പ്രസംഗം എന്നെ സ്വാധീനിച്ചിട്ടുള്ളത് അടുത്ത ഇടയ്ക്കുള്ളതാണ് ലാറുവിൻ്റെ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. എനിക്ക് വളരെ ഹൃദ്യമായിട്ട് അനുഭവപ്പെട്ടു. കാരണം ഞാൻ ദൈവശാസ്ത്രമൊക്കെ പഠിച്ചു, പഠിത്തത്തോടൊപ്പം തന്നെ ദൈവവചനം കൂടെ കേൾക്കുമ്പോൾ ഈ അക്കാദമിക തലത്തിലും പ്രായോഗിക തലത്തിലും ദൈവവചനത്തെ വ്യാഖ്യാനിക്കുന്ന ഒരു രീതിശാസ്ത്രം വളരെ കൃത്യതയോടെ മനസ്സിലാക്കാൻ അവസരം. 130 വർഷം പിന്നിടുകയാണ് മാരാമൺ കൺവെൻഷൻ. മാരാമൺ കൺവെൻഷൻ കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ വലിയ സംഭാവന നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഒരു കാലഘട്ടത്തിൽ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ ജാതി വ്യവസ്ഥയ്ക്കെതിരെ ജനങ്ങളെ ഉണർത്തുന്നതിൽ മാരാമൺ കൺവെൻഷൻ, പ്രത്യേകിച്ച് ജാതി ഭേദമില്ലാതെ ആളുകൾ ഒരുമിച്ച് പന്തലും കീഴിൽ വന്നിരിക്കുന്ന പ്രസംഗകൻ, പ്രത്യേകിച്ച് സ്ത്രീകൾ പുരുഷന്മാർ ഒരുമിച്ച്, പ്രത്യേകിച്ച് അന്ന് ആ കാലഘട്ടത്തിൽ സ്ത്രീകളെ സമൂഹത്തിന് മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിലൊക്കെ ഒരുമിച്ച് വന്നിരുന്ന പ്രസംഗം കേൾക്കുന്നു, പാടുന്നു, പ്രാർത്ഥിക്കുന്നു. അതൊരു കേരളീയ സാമൂഹ്യ ജീവിതത്തിൽ ജാതി വ്യവസ്ഥയ്ക്കെതിരെ ഒരു വലിയ മൂവ്മെൻ്റായിട്ട് വളർത്തിയെടുക്കുവാൻ മാരാമൺ കൺവെൻഷൻ ഉപകരിച്ചു. അതേപോലെ തന്നെ ഒട്ടേറെ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് കുമ്പനാട് ധർമ്മഗിരി മന്ദിരം ഉൾപ്പെടെയുള്ള സാമൂഹ്യ പ്രസ്ഥാനങ്ങൾക്ക് ജീവൻ നൽകിയത് മാരാമൺ കൺവെൻഷനാണ്. ഈ കാലഘട്ടത്തിൽ മാരാമൺ കൺവെൻഷൻ്റെ എന്താണ് ഇത്തരത്തിൽ ഒരു സാമൂഹ്യ മേഖലയിൽ എന്ത് സംഭാവനയാണ് നൽകുന്നത്? ഈ ചോദ്യത്തോട് പ്രതികരിക്കുമ്പോൾ ഒന്ന്, മാരാമൺ കൺവെൻഷൻ്റെ ഒരു അച്ചടക്ക ഭാവം, അത് വരും തലമുറയ്ക്ക് ചൊല്ലിക്കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു പാഠമായി ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളത് നമുക്ക് എടുത്തു പറയാവുന്നതാണ്. രണ്ടാമത്, ഒന്ന് നമ്മുടെ സാമൂഹിക പ്രതിബദ്ധത, വിളിച്ചോതുന്ന പ്രസംഗങ്ങൾ. ഇതര കൺവെൻഷനുകളിൽ നിന്ന് വ്യത്യസ്തമായി മാരാമണിലുള്ള കൺവെൻഷൻ്റെ ഒരു സവിശേഷത, വർത്തമാനകാല സമസ്യകളെ നാം പ്രത്യേകമായിട്ട് അഡ്രസ് ചെയ്യും. നമുക്ക് ഈ വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളോടുള്ള പ്രതികരണം എന്താണ് എന്ന് അറിയിക്കുവാനുള്ള ഒരു വേദിയും കൂടെ തീരുന്നു. അതൊരു സാമൂഹിക അവബോധ രൂപവൽക്കരണത്തിന് വളരെ സഹായകരമാകുന്നു. അതുകൊണ്ട് സാമൂഹിക അവബോധം ഉണ്ടാക്കുന്നതിന് ഈ കൺവെൻഷൻ ചെലുത്തുന്ന സ്വാധീനം വളരെ. എന്നാൽ പ്രത്യക്ഷ സ്ഥാപനങ്ങളുടെ, അതായത് സാമൂഹിക സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്ക് മാരാമൺ കൺവെൻഷൻ സഹായകരമായിട്ടുണ്ട്. സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ മന്ദിര പ്രസ്ഥാനങ്ങളുടെ തുടക്കം സ്വാധീനിച്ചിട്ടുണ്ട്. വർത്തമാന കാലഘട്ടത്തിൽ മാരാമൺ കൺവെൻഷൻ്റെ ഒരു സ്വാധീനവും അവിടെയുള്ള പ്രസംഗങ്ങളുടെ സ്വാധീനവുമാണ് ഈ വാർദ്ധക്യത്തിലിരിക്കുന്നവരെ അവർക്കൊരത്താണിയായിട്ട് സഭ വളരണം എന്നുള്ള ഒരു ആഹ്വാനം സ്വീകരിക്കുക. അതാണ് വർത്തമാന കാലഘട്ടത്തിൽ നമുക്ക് സാധാരണ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവരെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്ന കേന്ദ്രങ്ങൾ, സാമ്പത്തികമായിട്ടുള്ളവർക്ക് ഒരു നല്ല ജീവിത സാഹചര്യവും മെഡിക്കൽ എയ്ഡും കൊടുക്കുന്ന സ്ഥാപനങ്ങളും ഒക്കെ വളർന്നു വരുന്നതിന് ഇടയായി തീർന്നിട്ടുണ്ട്. എൻ്റെ ഒരു ചിന്തയിലുള്ളത്, ഈ മാരാമൺ കൺവെൻഷൻ നമുക്ക് ഈ പുതിയ വിദ്യാഭ്യാസ മൂല്യത്തെക്കുറിച്ച് പൊതുബോധം കൊടുക്കുവാൻ, ഒരു പുതിയ പന്താവ് തുറക്കുവാനുള്ള ഒരു സാധ്യത കൂടി ഇതിനകത്ത് കാണുന്നു. ഇന്ന് പ്രഭാതത്തിൽ തന്നെ നമ്മൾ കണ്ട നമ്മുടെ കേരള ഗവൺമെൻറ് പോലും ഇപ്പോൾ
പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിനെ ഒക്കെ ഓപ്പൺ ആക്കും. അങ്ങനെ കേരളം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൻ്റെ ഓപ്പൺ ആകുമ്പോൾ നാം യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം കൊടുക്കുന്നത് ഒരു കച്ചവട മനോഭാവത്തോടെയല്ല. കാരണം ഒരു കച്ചവട മനോഭാവം അതൊരു കോമ്പറ്റേറ്റീവ് ലൈനിലേക്ക് വരാൻ പോകുന്ന ഒരു നാളുകളായിരിക്കും ഇനിയുള്ള യൂണിവേഴ്സിറ്റികൾ, ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുള്ളത്. അന്നേരം എഫിഷ്യൻസി, കോമ്പറ്റീഷൻ, പ്രോഫിറ്റ്, ഇത് മൂന്നും കൂടെ ഉള്ള ഒരു കിടമത്സരം ഉണ്ടാകുന്ന ഒരു സാഹചര്യം നമുക്കെങ്ങനെ എഫിഷ്യൻസിയും ഒപ്പം തന്നെ മൂല്യങ്ങളും ഒപ്പം തന്നെ നമുക്ക് നല്ല ഇൻ്റർനാഷണൽ അക്കാഡമിക് പ്രിഫറൻസുമുള്ള നമ്മുടെ ഒരു നല്ല സ്ഥാപനത്തിൻ്റെ ഒരു മൂല്യബോധമുള്ള ഒരു സ്ഥാപനത്തെ ഈ സമൂഹത്തിന് എങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു നല്ല ദർശനം ഈ കൺവെൻഷൻ്റെ പ്രസംഗങ്ങളിൽ നിന്നും ദൈവവചനത്തിൻ്റെയും ദൈവരാജ്യ മൂല്യത്തിൻ്റെയും ബോധ്യത്തിൻ്റെ വെളിച്ചത്തിൽ ഈ കേരള സമൂഹത്തിന് കൊടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാർത്തോമാ സഭയിലെ ഒരു ന്യൂജൻ മേൽപ്പെട്ടക്കാരൻ എന്ന് തിരുവേനിയെ വിശേഷിപ്പിക്കും. ഒരു ന്യൂ ജനറേഷൻ മാരാമൺ കൺവെൻഷനെ എങ്ങനെ കാണുന്നു? അവർ മാരാമൺ കൺവെൻഷനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ ന്യൂ ജനറേഷൻ എന്ന് നമ്മൾ പറയുമ്പോൾ ന്യൂ ജനറേഷനെ സ്വാധീനിക്കുന്ന അവരുടെ സ്വാധീന ശക്തികൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ അനലൈസ് ചെയ്യും. പ്രത്യേകിച്ച് കേരളം പോലുള്ളൊരു സ്ഥലത്ത് ന്യൂ ജനറേഷനെ സ്വാധീനിക്കുന്നത് ഇവിടുത്തെ ഒരു പൊളിറ്റിക്കൽ സാഹചര്യമാണ്. എന്നാൽ നോർത്ത് ഇന്ത്യയിലുള്ള കുഞ്ഞുങ്ങളെ സ്വാധീനിക്കുന്നത് അങ്ങനെ ഒരു പൊളിറ്റിക്കൽ സാഹചര്യമായിരിക്കില്ല. അവരുടെ വർക്ക് പ്രഷറും പിയർ പ്രഷറും ഒക്കെ ആയിരിക്കും. വിദേശത്തുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള കൾച്ചറൽ സെറ്റിങ്ങും അവിടെയുള്ള ഒരു മതാത്മകതയില്ലാതെ പോകുന്ന ഒരു ജീവിത സാഹചര്യങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് നമുക്കൊരു യൂണിഫോം തലത്തിൽ അതിനെ അഡ്രസ്സ് ചെയ്യാൻ പ്രയാസമാണ്. എങ്കിലും മതേതര ലോകവും മതലോകവും അല്ലെങ്കിൽ സഭയും മതേതര ലോകവും തമ്മിലുള്ള അന്തരം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ അന്തരം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ മതേതര ലോകത്തിലെ സ്വാധീനങ്ങളും മതേതര ലോകത്തിലെ മൂല്യങ്ങളും അത് നൽകുന്ന തത്വശാസ്ത്രങ്ങളും ഈ സഭയ്ക്കകത്തും കൃത്യമായി അനലൈസ് ചെയ്തതിന് ശേഷം അതിൻ്റെ വെളിച്ചത്തിൽ കുഞ്ഞുങ്ങളെ അഡ്രസ്സ് ചെയ്യുകയും ചെയ്യണം. നമ്മളതിനെ ഒരു നെഗേഷൻ ലൈനിൽ നിന്നാൽ അവരെ നമ്മളിലേക്ക് ആകർഷിക്കാനായിട്ട് പറ്റില്ല. മറിച്ച് അവരുടെ ഒരു ഫിലോസോഫിക്കൽ ലൈനിലും അവരുടെ ഒരു മൂല്യബോധത്തിൻ്റെ ലൈനിലും നിന്നുകൊണ്ട് അവരെ ക്രിസ്തു സ്നേഹത്താലും ക്രിസ്തുവിനുള്ള സത്യത്താലും അവരുമായിട്ട് ഒരു പാലം പണിയുന്നതിനും ആ പാലം പണിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെല്ലാം നല്ല കുട്ടികളാണ്. അതുകൊണ്ട് ആ നല്ല കുട്ടികളെ ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് കൂടുതൽ ഉപയോഗപ്രദമാക്കുവാൻ സാധിക്കുകയും ചെയ്യും എന്ന് എനിക്ക് എൻ്റെ 2 പ്രത്യാസങ്ങളുടെ വെളിച്ചത്തിൽ പറയാനായിട്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ കുട്ടികളും വളരെ സ്നേഹമുള്ള കുട്ടികളാണ്. അതിനകത്തൊന്നും സ്നേഹമുള്ളവരാണ്, വളരെ ഇന്നസെൻ്റാണ്. അവരെ നമ്മൾ കൺവെൻഷനിലേക്ക് കൂടുതൽ ആകർഷിച്ച് അവരുടെ ഒരു മൂല്യബോധം വളർത്തിയെടുക്കുക. അതിന് നമ്മൾ ഉപയോഗിക്കേണ്ടുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മൾ വളർന്നു വന്ന ഒരു മെത്തേഡ് അത് അവർക്ക് ആപ്ലിക്കബിൾ അല്ല. അവർക്കത് അറിയില്ല. അന്നേരം നമുക്ക് അവരുടെ ഇന്നത്തെ സ്വാധീനിക്കുന്ന ചിന്ത എന്താണ്, സ്വാധീനിക്കുന്ന ശീലങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ വെളിച്ചത്തിൽ അതിൽ നമുക്കൊരു ഗ്രാഹ്യം ഉണ്ടായിട്ട് നമ്മളതിനെ നെഗേറ്റ് ചെയ്യുന്നതിനപ്പുറമായിട്ട്, കണ്ടം ചെയ്യുന്നതിനപ്പുറമായിട്ട് നമ്മൾ അതിനകത്ത് പ്രവേശിച്ചിട്ട് ഇതിനകത്തെ മക്കളെ നെഗറ്റീവ്സ് ഇതൊക്കെയാണ്, മക്കളെ ഇതൊക്കെ പോസിറ്റീവ്സാണ്, നമുക്ക് ക്രിസ്തുവിനുള്ള സ്നേഹത്തിലാണ് വളരേണ്ടത് എന്നുള്ള ഒരു പേഴ്സണൽ റിലേഷൻസിലോട്ട് വർദ്ധിച്ചു വരാൻ പറ്റിയ അവരും നമ്മളെ സ്നേഹിക്കുന്നവരാണ്, കരുതുന്നവരാണ്, ശുശ്രൂഷയും കൈത്താങ്ങുകൾ കൊടുക്കുന്നവരുമാണ് എന്നാണ് എൻ്റെ പൂർണ്ണമതം. ഇനി ഇത്രയും സമയം മാർത്തോമാ വിഷൻ്റെ പ്രേക്ഷകരുമായിട്ട് അനുഭവങ്ങൾ പങ്കുവച്ചു. നമുക്ക് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ച തിരുമേനിയോടുള്ള പ്രത്യേകമായ നന്ദി വിനയപൂർവ്വം അറിയിക്കും. താങ്ക് യു സാർ.